പന്തീരാങ്കാവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം വലിയ കേസായിരുന്നു, നമുക്കറിയാം. ആ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്താണ് അവിടെ നടന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ തമ്മിൽ വലിയ, ആ പെൺകുട്ടിയെ വളരെയധികം ഉപദ്രവിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്ത് അതിനൊക്കെ അരിപിടിച്ച് ഭർത്താവിന്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, കുടുംബവും ഉണ്ടായിരുന്നു. അവസാനം പെൺകുട്ടിയുടെ വീട്ടുകാർ വീട്ടിൽ വന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ കേസ് കൊടുത്തു. കേസ് പോയി കുറെ കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടി പുരുഷന്റെ പക്ഷം ചേരുന്നു. അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? ആ വിവാഹം മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ആ വിവാഹം അന്ന് തന്നെ പിരിയേണ്ടതായിരുന്നു. കാരണം ധനത്തെ സ്നേഹിക്കുന്ന പുരുഷന് ഒരിക്കലും സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റില്ല. സ്ത്രീയുടെ ആവശ്യം, അവന് സ്ത്രീയെ കൊണ്ട് ആവശ്യമുണ്ടായിരിക്കാം. അതിന് വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് പുരുഷൻ ഏതെല്ലാം മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ പോയാൽ മതിയായിരുന്നു. അവന് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൂടെ ജീവിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെയാണ് സ്ത്രീകൾ, പെൺകുട്ടികൾ തന്നെ കല്യാണം കഴിച്ച പുരുഷന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും തന്നെ ചേർത്ത് പിടിക്കുന്നവനല്ല. അവന് വേണ്ടത് താൻ കൊണ്ടുവരുന്ന ധനമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ സഹിക്കാമെന്ന് വിചാരിച്ചിരുന്നാലും നമുക്കറിയാം ഭൂമിയോളം ക്ഷമിക്കുന്നവളാണ് സ്ത്രീ എന്ന്. പക്ഷെ എത്ര ഭൂമിയോളം ക്ഷമിച്ചാലും അവന്റെ ആട്ടും ഇടിയും തുപ്പും എല്ലാം കേട്ട് അവന്റെ വീട്ടുകാരും കൂടി അങ്ങനെയാണെങ്കിൽ, ഇപ്പൊ അവന്റെ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണെങ്കിൽ, അച്ഛൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. ഇങ്ങനെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഭർത്താവിനെ മാത്രം വിശ്വസിച്ച് പോകുന്നത്. അതിനുശേഷം നമ്മളൊരു കഥ കേട്ടിരുന്നു. അവന് വേറൊരു കാമുകി ഉണ്ടായിരുന്നു, കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം കിട്ടും എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോഴാണ് അത് മാറി ഈ കല്യാണത്തിലേക്ക് അവന് വന്നത്. ഈ കല്യാണത്തിലും കിട്ടിയത് പോരെന്ന് അവന്റെ അമ്മ തന്നെ ആ പെൺകുട്ടിയോട് പറയുന്ന അവസ്ഥകളൊക്കെ പത്രങ്ങളിൽ വന്ന് നാം കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാല് നാം മനസ്സിലാക്കുക, ഒരൊറ്റ കാരണവശാലും പെൺകുട്ടി പിന്നെ ഒരു തരത്തിലും കോടതിയല്ല ആര് പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കരുത്. ഒരു സ്ത്രീക്ക് അവളുടെ സ്വത്വമുണ്ട്, അവളുടെ വ്യക്തിത്വമുണ്ട്, അവളുടെ സ്വഭാവമുണ്ട്. അതൊക്കെ തന്നെയാണ് അവളുടെ ധനം. ആ ധനം കാത്തു സൂക്ഷിച്ചാൽ ഒരു സ്ത്രീക്കും ജീവനോപാധി കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരികയില്ല. കാരണം നമുക്കറിയാം, ഞാനൊരു കുടുംബശ്രീയുടെ വലിയ പ്രോജക്റ്റ് പോയി, അതായത് ഒരു 10,000 കുടുംബശ്രീ അംഗങ്ങളെ, സ്ത്രീകളെ ഞാൻ നേരിട്ട് കണ്ട് സംവദിച്ചിട്ടുണ്ട് അവരുമായിട്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ ജീവനോപാധി തേടാൻ വേണ്ടി കുടുംബശ്രീയിൽ വന്ന് ചെയ്യുന്ന അധ്വാനമാണ്, വീട്ടിൽ ചെയ്യുന്ന അധ്വാനമാണ്. അങ്ങനെ വീട്ടിലും പുറത്തും അധ്വാനിച്ച് സ്വന്തം കുടുംബം നോക്കാൻ ത്രാണിയുള്ള സ്ത്രീയെ അവളെ ആരുടെ കീഴിലും കാൽച്ചുവട്ടിലും ചവിട്ടപ്പെടാൻ വേണ്ടി കിടന്നു കൊടുക്കരുത്. സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുകയും അതിനെതിരായിട്ട് വരുന്ന ഏത് ശക്തിയെയും ചവിട്ടി പുറത്താക്കുകയും ചെയ്യണം. അത് ഭർത്താവാകട്ടെ മറ്റാരുമാകട്ടെ. അങ്ങനെ ഒരു ഭർത്താവിന് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന ഭർത്താവിന്, നമ്മുടെ സ്വത്തല്ല നാം സ്ത്രീയാണ് ധനമെന്ന് വിശ്വസിക്കുന്ന ഭർത്താവിന്, നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഭർത്താവിന്, നമ്മളിൽ ജനിക്കുന്ന, അതായത് കുടുംബത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛനും അമ്മയുമായി തോളോട് തോൾ ചേർന്ന് പോകുന്ന ഭർത്താവിനെയാണ് ഒരു സ്ത്രീക്ക് ജീവിതകാലം മുഴുവനും ആവശ്യം. അല്ലാതെ എല്ലായ്പ്പോഴും ഇതുപോലെ ക്രൂരത കാണിക്കുന്ന പുരുഷനെ അല്ല. അത് സ്ത്രീ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ സ്ത്രീ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തെ സ്ത്രീ കൊലപാതകങ്ങൾ കുറയുമെന്ന് തന്നെയാണ്. കാരണം സ്ത്രീ ശക്തിയാണ് എന്ന് സ്ത്രീ തന്നെ തെളിയിക്കണം. ആ തെളിയിക്കേണ്ടത് ഇടിച്ചും കുത്തിയുമല്ല, മേധാശക്തി കൊണ്ട്, കർമ്മശേഷി കൊണ്ട് സ്ത്രീ തെളിയിക്കണം. സ്ത്രീ പുരുഷനെ പോലെ തന്നെ കർമ്മശേഷിയുള്ള ആളാണെന്ന്, മേധാശക്തിയുള്ള ആളാണെന്ന്. അങ്ങനെ വരുമ്പോൾ സ്ത്രീക്കെതിരെയുള്ള ഇതുപോലുള്ള അതിക്രമങ്ങൾ കുറയും, അല്ലെങ്കിൽ നിയമം ഇടപെട്ട് കുറയ്ക്കണം.